ഹായ് നമസ്കാരം. നമ്മളിപ്പം ചെറിയൊരു തട്ടുകട, ചെറിയൊരു ഹോട്ടലിൽ നിൽക്കുവാണ്. മുത്തശ്ശി തട്ടുകട. ആ ഒരു പേര് തന്നെ കണ്ടില്ലേ, ഒരു വെറൈറ്റി പേര്, മുത്തശ്ശി തട്ടുകട. പേരിനോട് തന്നെ ഒരു കൗതുകം. അപ്പോൾ ഇവിടുത്തെ നല്ല മസാല ദോശയൊക്കെ ഇവിടെ കിട്ടുമെന്ന് ഇറങ്ങി വന്നതാണ്. നമുക്കപ്പോൾ ഇവിടുത്തെ ഒരു മസാല ദോശയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ നാടല്ലേ പരവൂര്. അപ്പം പരവൂര് ഇങ്ങനെ ഒരു കൊച്ച് തട്ടുകട, അത് നല്ല ടേസ്റ്റോട് കൂടി, ടേസ്റ്റിന് വലിയ കട, അങ്ങനെയുള്ള ഒരു കടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ. നാടൻ ഫുഡ് എപ്പോഴും നല്ലതാണ്. അത് ഇതുപോലെയുള്ള കടകളിലൊക്കെ ആയിരിക്കും നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നത്. സ്പെഷ്യൽ മസാല ദോശയാണ് മെയിനായിട്ട്. മസാല ദോശ, ചിക്കൻ ഫ്രൈ. ഓക്കെ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ. നമുക്കൊരു എങ്കിൽ പിന്നെ നമുക്ക് മസാല ദോശ അറിയില്ല. 2 മസാല ദോശ, 1 നെയ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ ഒരു 100 രൂപയ്ക്ക് എടുത്തു. 100 രൂപയ്ക്ക് പാഴ്സൽ, 100 രൂപയ്ക്ക് ചിക്കൻ ഫ്രൈയും കുറച്ച് ഗ്രേവിയും കൂടി വെച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് അകത്തോട്ട് നിന്നു. അപ്പോഴത്തേക്ക് ഇവർ മസാല ദോശ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് തുടങ്ങി. അപ്പോൾ ഈ മസാല ദോശ ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ടിരിക്കുക ഒരു പ്രത്യേക വൈബാണ്. കണ്ടില്ലേ, ആദ്യം വെള്ളമൊക്കെ ഒഴിച്ച് അതിലൊക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് പരിപാടികൾ തുടങ്ങുന്നത്. അങ്ങനെ മാവെടുത്തു, ഒഴിച്ചു, അതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആ ഒരു റൗണ്ട് പരുവത്തിന് തന്നെ ആക്കുന്നുണ്ടല്ലേ. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതിനുശേഷം നല്ല നെയ്യുണ്ടല്ലേ, നെയ്യ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിന് ഒഴിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ മണവും ടേസ്റ്റും കിട്ടുന്ന സാധനം. നെയ്യും കൂടി ആകുമ്പം അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ഈ സാമ്പാറും ചമ്മന്തിയൊക്കെ വെച്ചിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയാണ് നമ്മുടെ നായകനെ അതിലേക്ക് ഇടുന്നത്, നമ്മുടെ മസാല ദോശയുടെ മസാല. എന്നിട്ട് സെറ്റ് ചെയ്ത് തരും പ്ലേറ്റിലേക്ക്. നമുക്ക് ഇനി ഓർഡറുണ്ട്. ഇപ്പം നമ്മളെ ഓർഡർ മാത്രമല്ല, ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പം അങ്ങോട്ടുള്ള ഓർഡറും കൂടി എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. ഇനി ഒരു നെയ് റോസ്റ്റ് അല്ലേ? ഇതാണ് കടയുടെ ഒരു ഫ്രണ്ട് വശം വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തോട്ടൊക്കെ നമുക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ഇരിക്കാനൊക്കെ ആയിട്ട് സ്പേസും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഫാമിലിയായിട്ട് അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരാനായിട്ട് പറ്റും. പിന്നെ ഫ്രണ്ടിൽ ലൈവായിട്ട് ദോശയൊക്കെ ചുടുന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊരു പഴയ തട്ടുകട മോഡലൊരു ചെറിയൊരു ഷെഡിൻ്റെ അകത്ത്. അപ്പോൾ അതേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സംഭവം കൊള്ളാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോട്ടൽ മുത്തശ്ശി തട്ടുകട, ഈ കടയുടെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ പരവൂരിന്ന് ചാത്തന്നൂർ പോകുന്ന റോഡിൽ നമ്മുടെ ദയാബ്ജി കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വലത് സൈഡിൽ, ചാത്തന്നൂരിൽ നിന്ന് വരുന്നവർ ദയാബ്ജി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇടത് സൈഡിൽ മുത്തശ്ശി തട്ടുകട. പിന്നെ നമുക്കുള്ള പാഴ്സൽ കിട്ടി, നമ്മൾ പോകുന്നു. അപ്പം ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം.